പൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. അടിപൊളി ഫീല്. നമ്മൾ ഇച്ചിരി ഇങ്ങനെ ഇതുപോലെ കെയർലെസ് ആയി വിട്ടാലും വെള്ളത്തിനകത്ത് പോകും. 3 കപ്പിൾസും 2 ബോയ്സും ആയിരുന്നു. എക്സ്പീരിയൻസ് വേറെ ലെവൽ ഫൺ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നമ്മുടെ മാംഗ്രോവ് ഫോറസ്റ്റിലാണ്, ട്രിവാൻഡ്രം. എനിക്ക് സംസാരിക്കാൻ പോലും കിട്ടുന്നില്ല, ഭയങ്കര ഉറക്ക ക്ഷീണ, നേരെ ഉറങ്ങിയിട്ടില്ല. ആൻഡ് ഇപ്പോൾ ഇവിടെ ഞാൻ 5:40 ചെക്കിനായി. നമ്മൾ റിസോർട്ടിൽ നിന്ന് 5:15 ഇറങ്ങിയതാ. ഒരു 30 മിനിറ്റ്സേ ഉള്ളൂ ഫ്രം വർക്കല ടു മാംഗ്രോവ് ഫോറസ്റ്റിലോട്ട്. ഇവിടെ കുറെ ചെക്കിംഗ് ടൈംസ് വരുന്നുണ്ട്. ഫസ്റ്റത്തെ ബാച്ചായിട്ട് വരുന്നത് 6:30 ആണ്. അപ്പോൾ 6:30 ആണെങ്കിൽ 6 o'clock ഇവിടെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ സംതിങ് ക്ലാസ്സസ്, ഒരു എന്താ പറയാ, ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് കുറെ ട്രെയിനിങ് ഒക്കെ തരും. അങ്ങനെ ചെയ്യേണ്ട കുറെ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. ആൻഡ് അതുകൂടാതെ എക്സസൈസ് കാര്യങ്ങൾ എന്തെല്ലാമോ ഉണ്ട്, എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ ഇപ്പം നമ്മൾ എത്തിയിട്ട് ഇങ്ങനെ വെറ്റിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര ഉറക്കം വേറെ വരുന്നു. ഇവിടെ ഒരു ഷോപ്പ് പോലുള്ള ഒരു ചായ കുടിക്കാന്ന് വെച്ചാൽ ഇവിടെ ക്യാൻറ്റീൻ ഒക്കെ അവൈലബിൾ ആണ് അവിടെ. അത് 7:30 or 8 o'clock ഓപ്പൺ ആവത്തുള്ളൂ. ആൻഡ് ഇവിടെ കുറേ ഫൺ ആക്ടിവിറ്റീസ് ആയിട്ട് കുറേ പ്ലേസസ് ആണ്. ഇങ്ങോട്ട് ഫുൾ പാർക്ക് രീതിയിൽ അഡ്വഞ്ചേഴ്സ് ഉള്ള ആക്ടിവിറ്റീസ് കുറേ ഉണ്ട് ഇതിനകത്ത്. ആൻഡ് ഇവിടെ കയാക്കിങ്ങിൻ്റെ ബോട്ട് കുറേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ക്ലിപ്പായിട്ട് കാണിക്കാം. ഈ അതിരാവിലെ 6 o'clock ഒരു ടൈം എടുക്കാതിരിക്കുക. ഒരു 6 കഴിഞ്ഞാൽ 7 or 8 സംതിങ് ആണ് ആ ടൈം എടുക്കുക. കറക്റ്റ് ഈ സണ്ണിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 6 ആയതുകൊണ്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞ് നമ്മൾ സൺസെറ്റ് വരുന്നതിന് മുന്നേ അകത്തോട്ട് പോകുന്ന. അപ്പോൾ ആ അകത്തോട്ട് പോകുന്ന മാംഗ്രോവ്സിൻ്റെ ഒരു കേജ് പോലത്തെ ഒരു എന്ത് സംതിങ് ലൈക്ക് ദാറ്റ്. കുറെ ഞാൻ എടുത്തത് ഫോറസ്റ്റ് കയാക്കിങ്, അതിന് 1000 per head ആണ്. ഇതാണ് മാംഗ്രോവ് വില്ലേജിന്റെ ഒരു അഡ്വഞ്ചേഴ്സ് മെനു വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ കുറേ അഡ്വഞ്ചേഴ്സ് ആക്ടിവിറ്റീസ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ രാവിലെ എത്തിയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റും, അതായത് എനിക്കൊന്നും കാണിക്കാൻ പറ്റുന്നില്ല, ഫുൾ ഇരുട്ടാണ്. ഇവിടെ ലാൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്, മറ്റേ റോപ്പ്, സിപ്പ് ലൈന്, റോപ്പ് സൈക്കിൾ കുറേ ഉണ്ട്, വാട്ടർ സ്പോർട്ട് ഉണ്ട്. കയാക്കിംഗ് പാക്കേജസ് വരുന്നത് മാംഗ്രോവ് കയാക്കിംഗ്, അതാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ അതായത് ഒരു പേഴ്സണ് 1000 rupees. ഗോൾഡൻ മാംഗ്രോവ് ഐലൻഡ് 700 ആണ്. വൺ വേ കയാക്കിംഗ് 1250 ആണ്. മൂൺലൈറ്റ് കയാക്കിംഗ് 2000. ആക്ച്വലി ഇത് ഭയങ്കര റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കയാക്കിങ്ങിനാണ് കൂടുതൽ റൈറ്റ് വരുന്നത്. ഇവിടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കോച്ച് എത്തി. ആദ്യമേ അവർ നമുക്കൊരു ബാഗ് തരും, വാട്ടർ പ്രൂഫ് ബാഗാണ്. എന്തെങ്കിലും നമുക്ക് ഫോണ് മാത്രമേ അധികം ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇവിടെ ഒരു ലോക്കർ റൂം ഉണ്ട്. ഡ്രസ് തിങ്സ് നമുക്ക് ഇവിടെ ലോക്കർ റൂമിൽ വെക്കാം. ആൻഡ് ഇവിടെ ഗൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഗൈസ്. ആൻഡ് വാട്ടർ കാര്യങ്ങൾ അവർ തന്നെ തരും, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഡ്രസ് തിങ്സ് ആഡ് ചെയ്യാം. അയ്യോ, ഇപ്പോഴും മൂണറിയുന്നേ. സൺറൈസ് കാണാൻ വേണ്ടി വന്നത്. ഇപ്പോഴും മൂണ് പോയിട്ടില്ല. ഞാൻ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മെമ്പേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 4 ബോട്ട് ഉണ്ടോ പോകുന്നത്. 4 ബോട്ടായിരിക്കും കയാക്കിൻ്റെ. 3 കപ്പിൾസും 2 ബോയ്സും ആയിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മെമ്പേഴ്സിനെ വെച്ചിട്ടാണ് 4 ബോട്ട്സിലായിട്ട്. നമുക്കതൊക്കെ പതിയെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ എത്തിയിട്ട് ഈ സൺറൈസ് വരത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ലെറ്റ് സീ. അപ്പോൾ സ്റ്റാർട്ടിങ് അത്രയ്ക്കേ ഉള്ളൂ. ഇനി പുള്ളിക്കാരൻ ഗൈഡ് തരും, നമ്മുടെ സേഫ്റ്റി ജാക്കറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഓരോ കാര്യങ്ങളൊക്കെ തരും. അതൊക്കെ ഞാൻ പതിയെ പറയാം ഗൈസ്.
a kayak, first of all, how to enter in kayak, or how to sitting, or how to balance it. First, you need to hold both sides like this and bend your body, put your bumper nicely. Okay. Then pass your both leg inside. Here you see, some steps are here. Here you need to adjust your feet, rest your feet according to your leg comfort, and always wide your knee. You'll get in good balance for it. Okay. Then sit up straight. If you are leaning back, otherwise back pain also comes. Then check your pedal. Right hand bulging part, third blade. Then you can do 1, 2, 1, 2. Double seater. Then want to coordinate. Then only it will go straight. Okay. After coming back, hold both sides and put your both leg outside. 10. Okay. Then that's all. Enjoy your trip. Have a great day. ഇതാണ് പരമ്പൂർ കായൽ. ഇതാണ് മാൻഗ്രൂവ്സ് ഫോറസ്റ്റ് വരുന്നേ ഉള്ളൂ. ആൻഡ് സൺ റേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. സൺസെറ്റ് ആ ഒരു ഏരിയയിലായിട്ടാണ് വരിക. സൺസെറ്റ് നൈസ്, നല്ല വൈബ് ഉണ്ട്. ഈ തുഴയാൻ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ, കൈയൊക്കെ നല്ല വേദനയാണ്. സൺറൈസ് നമ്മൾ ഇച്ചിരി ഇങ്ങനെ ഇതുപോലെ കെയർലെസ് ആയി വിട്ടാലും വെള്ളത്തിനകത്ത് പോകും. ഇത് രക്ഷിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ആ മൂഡ് അങ്ങോട്ട് പോകും വെള്ളത്തിനകത്ത് നമ്മൾ വീഴുമ്പോൾ. സൺസെറ്റ് സൺറൈസ് നൈസ്. ആക്ച്വലി ഗൈസ്, അയ്യോ ഞാൻ അങ്ങോട്ട് ഇവിടെ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എന്നെ കാണുമ്പോൾ ഭയങ്കര ഈസിയാന്നൊക്കെ വിചാരിക്കും. ഞാനൊരു ഫാസ്റ്റ് ലേണർ ആയതുകൊണ്ട് ഇങ്ങനെ തുഴയുന്നേ. പക്ഷെ ഇതിന് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. കറക്റ്റ് നാക്ക് ഉണ്ട്. ഫ്രണ്ടില് ഓപ്പോസിറ്റ് സൈഡ് ആണ്, ബാക്കിലെ സെയിം സൈഡ് ആണ്. കേൾക്കുന്നുണ്ടോ? ഇത് സ്മാൾ ആർച്ച്, അപ്പുറത്തൊന്നും ഒരു ബിഗ് ആർച്ച് ഉണ്ട്, വലിയ ആർച്ച് ഉണ്ട്. വലിയ ആർച്ചിന് നമ്മൾ പോകാനായിട്ട് ഗസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് ഫോട്ടോ വീഡിയോസ് എടുക്കുന്ന പ്ലേസ് ആണ്. ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ 1 by 1 ആയിട്ട് അതിനകത്ത് കൊണ്ടുപോകും. അത് കണ്ടോ? അതിനകത്തോട്ട് ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റത്തില്ല, ഒരാൾ വെച്ച് അകത്തോട്ട് പോകാൻ പറ്റില്ല. അതിനുശേഷം ഇതിന്റെ അപ്പുറത്ത് വലിയൊരു ആർച്ച് ഉണ്ട്. അതിന് സെന്റർ ഓഫ് ഐലൻഡ് എന്നാണ് പറയുന്നത് നമ്മൾ. മാൻഗ്രോ ഐലൻഡ്. ഇത് വന്ന് ഇപ്പൊ സൺസെറ്റ് പോയിന്റ് ആണ്. മോർണിംഗ് ബാച്ച് ഇവിടെ വന്ന് റോട്ട് എടുത്ത് ഇവിടെ നേരെ കറങ്ങി. അതിനുശേഷം അവിടെ ഒരു ഐലൻഡ് ഉണ്ട്. അതിനുശേഷം നമ്മൾ അവിടെ നിന്നും പിന്നെ ഒരു ആർച്ച് കൂടെ ഉണ്ട്, 2 ആർച്ച് ഉണ്ട്. ആ 2 ആർച്ചിൽ നിന്ന് സെയിം തന്നെ 1 by 1 ആയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം അവിടെ വാട്ടർ വാക്കിംഗ് ഏരിയ ഉണ്ട്. 20 മിനിറ്റ് നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും.
ഇത് വേണ്ടി നിങ്ങൾക്ക് വാട്ടർ പാർക്കിംഗ് ചെയ്ത് ഫോട്ടോ വീഡിയോസ് എല്ലാം എടുത്ത് എടുക്കാൻ പറ്റും. തിരിച്ച് കയറി ഒരു 20 മിനിറ്റിന് ശേഷം അവിടെ 5 മിനിറ്റ് റൗണ്ട് ചെയ്ത് നമ്മൾ റിട്ടേൺ സെയിം റൂട്ടിൽ. മാംഗ്രൂവ് ഫോറസ്റ്റ് ഫസ്റ്റ് 92-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. 92-ല് സീഡ് കൊണ്ട് വെച്ചിട്ട് ഫുള്ള് ഒരു റിസോർട്ടിന് വേണ്ടി വെച്ച് പിടിപ്പിച്ചാണ് ഒരു ടീം. അങ്ങനെ അത് റിസോർട്ടിന്റെ പദ്ധതി നടന്നില്ല. ഇതിപ്പം നല്ല രീതിയിൽ ഇപ്പം മറ്റുള്ള നാട്ടുകാർക്കൊരു ഉപകാരമായി. വരുന്ന ഗസ്റ്റിന് നല്ലൊരു വിരുന്നായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറത്തിടും. പിന്നെ ഒരുപാട് ബേഡ്സുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ കണക്കിന് ഒരുപാട് മീനുകൾ, അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റി ഫിഷുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇനി എനിക്ക് തുഴയണം. തുഴഞ്ഞു ഞാനൊരു തുഴക്കാരിയാണ്. ഓക്കെ, ഈ ഒരു ആർക്ക് ഷേപ്പ് ഫോട്ടോഷൂട്ടിനായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് അത്. ഇവിടെ ഐലൻഡ് അല്ലേ ചേട്ടാ? ഇത് മാംഗ്രോവ് ആർച്ചാണ്. ഇതുണ്ടോ, 2 ആർച്ചുണ്ട്. ഇപ്പൊ നമ്മൾ കയറുന്നില്ലേ, 2 ആർച്ചുണ്ട്. ഇത് ഫുൾ 360 ആംഗിൾ ആ ലോങ്ങുണ്ടോ, ആ ബ്രിഡ്ജ് ഉണ്ടോ, ആ ബ്രിഡ്ജിന്റെ അപ്പുറത്താണ് നമ്മളെ താന്നി ബീച്ച് വർക്കലെല്ലാം വരുന്നത്. ബീച്ചും കായലും കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലേ? ഇത് വന്ന് നമ്മളെ ഇതാണ് ചർച്ചാണ്, ഫേമസ് ചർച്ചാണ്. ചർച്ച് അതിൽ ആ ബ്രിഡ്ജ് കാണുന്ന കോഫിയാണ്. ഈ ഇതുണ്ട്, ഇത് മഞ്ഞാണ്. ഇതാണ് ഓൾഡ് റിസോർട്ടാണ്, പഴയ ഏറ്റവും എല്ലാം ഉണ്ട്. ഇത് വന്ന് ഫോൺസ് ഐലൻഡ് ആണ്. ഇതുണ്ടോ, ഇത് ഫോൺസ് ഐലൻഡ്. ഇത് വന്ന് ഫുള്ള് റൗണ്ട് ചെയ്തിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് ഇത്ര ഈ സെന്ററിൽ മാത്രം ആഴമുണ്ട്. അതിനുശേഷം അങ്ങോട്ട് മടിയാണ്, ഫുള്ള് ചെറിയാണ്. അവർക്കല്ല, കാല് ലോക്കായി ഫുള്ള് ചെയറാണ്. ഇവിടെ വന്ന് മീനും കക്കയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് കോക്കനട്ട് ട്രീസ് ആണ്, എല്ലാം കോക്കനട്ട് ട്രീ ആണ്. ഇത് കഴിക്കാൻ പറ്റില്ല. ഇത് സെല്ലാണ്, കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്.
ആക്ച്വലി ഈ കാലിൽ നമ്മളിങ്ങനെ പെറുക്കിയ കൊറേ എന്തെല്ലാമോ കിട്ടുന്നുണ്ട്. ഇത് കക്കയാണ്. ഇത് നമുക്ക് തിന്നാൻ ഉപയോഗിക്കും. ഇതുണ്ടോ, ഇത് നമ്മൾ തിന്നാൻ ഉപയോഗിക്കും. ആൾക്കാർ വന്ന് ഇതിനകത്തുനിന്ന് പറക്കും. ചില സമയത്ത് വന്ന് ഇതൊന്നും പറക്കും. നല്ല ചെറുതുണ്ട്, വലുതുണ്ട്, സ്മാളുണ്ട്, ബിഗുണ്ട്. എടുത്ത് കൊണ്ടുവന്ന് തീറ്റ ചെയ്യും. പിന്നെ ഇതിനകത്ത് ചെറിയ മീനുണ്ട്, വലിയ മീനുണ്ട്, പല പല മീനുണ്ട്. ഡിഫറെന്റ് മീൻ, കരിമീൻ, ചെമ്പല്ലി, വാളാഞ്ചി, കുറെ മീനുകളുണ്ട്. ഇത്രയും പൈസ നമുക്കുള്ളത്. ഇവിടെ നമുക്ക് ബാത്ത് എടുക്കാം. 20 മിനിറ്റ്സ് ടൈം അല്ലേ? സൺബാത്ത് എടുക്കാം. മോർണിംഗ് വരുന്നതാ ഏറ്റവും നല്ലത്. ഞാൻ ആദ്യം പറഞ്ഞു മോർണിംഗ് വരരുതെന്ന്, പക്ഷെ ഇതാണ് ഇട്ടുകൊണ്ട് അധികം വെയിലില്ല, ഒരു ലൈറ്റ് സൺ ആണ് ഇവിടെ. പിന്നെ നമുക്ക് ഈ കയാക്കിങ് അല്ലാതെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. നമുക്ക് വന്നത് പിന്നെ ബലൂൺ ഷൂട്ട്, ആർച്ചറി, പിന്നെ സൈക്ലിങ്, പിന്നെ കിഡ്സിന്റെ ബോട്ടുണ്ട് വെള്ളത്തിൽ. പിന്നെ ഇതിനെക്കുറിച്ച വെള്ളം അതിനെക്കുറിച്ച വെള്ളവും കാര്യങ്ങളും. പിന്നെ നമുക്ക് റെസ്ക്യൂ കയാക്കിങ് ബോട്ടുണ്ട്. ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. ക്യാമറാമാനുമായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. വീഡിയോസ്, ഫോട്ടോസ് എത്ര നേരം വരെ നമ്മൾ പറഞ്ഞാൽ എടുത്തുതരും. പിന്നെ നമുക്ക് കിഡ്സിന്റെ പിന്നെ കുറച്ച് കാര്യങ്ങൾ, ജമ്പിങ് ഷൂട്ടിംഗ് ഉണ്ട്, പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ ഒരു 11 റോപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഹാൻഡ് വർക്കിംഗ് ഉള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഈ ഹെഡ് ഉണ്ട്, നിങ്ങൾക്ക് സ്റ്റേയും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഹരിയരോടത്ത് തന്നെ വേറൊരു സ്റ്റേയും കാര്യങ്ങളും റൂം എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പാക്കേജ് ഉണ്ട്. നമുക്ക് ഒരു പാക്കേജും കാര്യങ്ങളും എടുക്കണം. PUBG, റിയൽ PUBG ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് മുന്നായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുക. മാംഗ്രോ ഇൻസ്റ്റാഗ്രാം നമ്മളെ മാംഗ്രോ വില്ലേജ് എന്ന് അഡ്വഞ്ചർ ഒന്ന് ഫോളോ ചെയ്യുക. It was a wonderful experience, and I think anyone who is basically new to kayaking and all, they should definitely come, definitely try out. And the folks here are really amazing, and they are really helpful. First of all, The view is very pristine, and it's one of a kind experience if you have never done anything like this before. I have been to kayaking many times in Alatti area, but this one was the best, especially with the guides and the organizers who are really, professional, and they just support you with everything. They take your photographs, they share it, and the trainers, the dedicated trainers that we get, it's just the awesome experience that I have experienced so far across India. At least this one was the best. Mango Forest Adventure rocks. It's good. Me too rocks. Yes, me too rocks. Amazing experience. வேற லெவல் ஃபன் வேற லெவலாக இருந்துச்சு. மஸ்ட் எல்லாரும் விசிட் பண்ணணும். லைக் சப்போர்ட்டிவ் கைட், எவ்ரிதிங் வேற லெவலாக இருந்துச்சு. You ma'am. We are enjoying it. அமேசிங்காக இருந்துச்சு, அட்வென்ச்சரஸாக இருந்துச்சு, சூப்பர். കണ്ടിപ്പോൾ എല്ലാവരും വിസിറ്റ് பண்ணுங்க. പൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. അടിപൊളി ഫീല്. രാവിലെ ഒരു 6:45 ഇറങ്ങിയതാണ്. അടിപൊളി സാധനം. ഒരു 1.5-2 മണിക്കൂർ കിടു. വിമൽ. അപ്പോൾ വിമൽ ചേട്ടൻ ഒരു യൂട്യൂബർ ആണ്. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഞാൻ ഇതൊന്നും അതിൽ ഇടാൻ പാടില്ല, പക്ഷെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ച് പുള്ളിക്കാരൻ റിപ്ലൈ തരത്തുള്ളൂ. ചേട്ടൻ റെസ്ക്യൂയുടെ മെയിൻ പുള്ളിയാണ്. ഈ വാട്ടറിൻ്റെ അടിയിലൊക്കെ പോയി നമ്മൾ ഇൻ കേസ് പെട്ടുവെച്ചാൽ പുള്ളിക്കാരനുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ചേട്ടൻ ഇങ്ങനെ എന്താ പറയാനുള്ള റിസ്ക് ആണ്. റെസ്ക്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ കൂടെ എന്നുള്ള കാര്യമുണ്ട്. നമ്മൾ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ തിരിച്ച് കയറ്റാൻ സഹായിക്കും. അതുപോലെ ആരും മുങ്ങിപ്പോകാൻ സാധ്യത ഇവിടെ ഇല്ല. നമ്മൾ ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ മുങ്ങിപ്പോകാൻ സാധ്യതയൊന്നുമില്ല. അപ്പോൾ അഥവാ ബോട്ടൊന്ന് മറിയാനും പിന്നെ ഫ്ലോട്ടിൽ കിടക്കാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ ഫ്ലോട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ അവരെ അടിച്ച് മണ്ണെടുക്കാനാണ് പറയുന്നത്. എനിക്ക് സ്വിമ്മിങ് അറിയത്തില്ല, പക്ഷെ ഈ ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡഗ് പോലെ മേലെ ഇങ്ങനെ കിടക്കായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ എന്നിട്ട് കുറച്ച് സ്വിമ്മിങ് പഠിച്ചു ചെറുതായിട്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ജാക്കറ്റ് ഉണ്ടാവും. അത് മാത്രമല്ല നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകാറില്ല. പേടിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുങ്ങിപ്പോകാറില്ല. അപ്പോൾ പിന്നെ ആരും പേടിക്കേണ്ട കാര്യമില്ല. ലൈഫ് ജാക്കറ്റ് ഇട്ട് നമുക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാം. എല്ലാവരും സുരക്ഷിതരാണ്. അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ കുറേ ഈ മാൻഗ്രൂവ്സിൽ കയാക്കിങ് മാത്രമല്ലാതെ എക്സ്ട്രാ കുറേ അഡ്വഞ്ചേഴ്സ് ഉണ്ട്. ഈ ചേട്ടനാണ്, പുള്ളിക്കാരനാണ് എല്ലാം പറഞ്ഞുതരാൻ പോകുന്നത്. പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് നമുക്കൊരു പാക്കേജ് ഉണ്ട്. ഫസ്റ്റ് നമ്മളാണ്ട് ബലൂൺ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം ബലൂൺ ഷൂട്ടിങ്, ആർച്ചറി, ഇപ്പം ഫെസിലിറ്റി ഉണ്ട്. ഫെസിലിറ്റി ആയിട്ടും ഇത് 3 ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ.
3 ആക്ടിവിറ്റി. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നത് ഇതേക്കല്ല സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് റിയൽ പബ്ജി ആണ്. റിയൽ പബ്ജി ഫുൾ റൗണ്ട് ഒക്കെ. ആദ്യം ഇവിടെ നമുക്ക് ഒന്ന് ട്രയലൊക്കെ എടുത്ത് ശേഷം നമ്മൾ ഫുള്ള് ഫോറസ്റ്റ് റൗണ്ടിൽ നമ്മൾ റിയൽ പബ്ജി അങ്ങനെ സെയിം ആയിട്ട് നമ്മൾ ഒരു 2 ഗ്രൂപ്പായിട്ട് 8 പേരാണെങ്കിൽ 8 പേര്, 4 പേരാണെങ്കിൽ 4 പേര് അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് പിന്നെ ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ ഒരു റിവ്യൂ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 പേര് വെച്ച് കയറി ഇവിടെ നിന്ന് കയറി ഇവിടെ വന്ന് സ്റ്റേ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് കണ്ടോ ഈ സാധനം ലോക്ക് ചെയ്യാനായിട്ട് ഇതാണ് 2 പേരെ കയറ്റി ഇവിടെ ലോക്ക് ചെയ്യേണ്ട സംഭവം ഉണ്ട്. അത് കടലില്ല, ഇത് നമ്മൾ ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്യാൻ ശേഷം നമ്മൾ ഇവിടുന്ന് ചാടി ഇതിന് കഴിഞ്ഞ് നേരെ പോയിട്ട് ഇവിടെ വന്ന് സ്റ്റേ ആണ്. ഓക്കെ, നമ്മൾ 2 പേര് ഗ്രൂപ്പ് ഇതെല്ലാം പാക്കേജിൽ അവൈലബിൾ ആണ്. സിപ്പ് ലൈൻ, റോപ്പ് സൈക്കിള് എല്ലാം പാക്കേജിൽ വരും. പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് കണ്ടോ, റോപ്പിംഗ്, വാൾ സ്റ്റാമ്പിങ് ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഇത് പബ്ജിയിലും കാര്യങ്ങളൊക്കെ റൗണ്ട് ചെയ്ത് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം വന്ന് ഇതൊരു 11 ആക്ടിവിറ്റീസ് ആണ് നമുക്ക്. 11 ആക്ടിവിറ്റീസ് ഇത് മാത്രം. അതർ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഇതുണ്ട്. ഇവിടുന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്ത് 11 സാധനം ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്യണം. അതാണ് ടാർഗറ്റ്. അവിടെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങേറ്റം വരാം. വാൾ കാമ്പിംഗ് ആണ്. നമ്മൾ പിടിച്ച് കയറത്തില്ലേ ഒരു സൈഡിൽ പിടിച്ച് കയറുന്നു. പിന്നെ നമുക്ക് ടെന്റ് സ്റ്റേ ഉണ്ട്. ഇതാണ് ടെന്റ്. ഇത് കപ്പിൾസും ഫാമിലീസും എല്ലാവരും ഇവിടെ. പിന്നെ നമുക്ക് ബാർബിക്യൂ ഉണ്ട്. ബാർബിക്യൂ എന്താണ് ക്യാമ്പിങ്. പിന്നെ ഇതാണ് ആൾക്കാർ നമ്മൾ പിടിച്ച് കയറത്തില്ലേ ഇവിടെ ലോക്ക് ചെയ്ത് കാല് വെച്ച് ലോക്ക് ചെയ്ത് കൊണ്ടു. അതിനുശേഷം ഇതിനകത്തുണ്ട് പിന്നെ നമ്മളിവിടെ ഫിഷ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കഴിക്കുകയാണെങ്കിൽ ഫിഷ് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് ഇതിലെ കൂടെയാണ് പാർക്കിംഗ് വെച്ചേക്കുന്നത്. ഇതിലെ കൂടെ ഇതിലൂടെ കയറി. ഓക്കെ, കാറും ബൈക്കൊക്കെ ആണെങ്കിൽ ഇവിടെ നിർത്തിയാൽ മതി അല്ലേ? കാർ മുകളിൽ അവിടെ പാർക്കിംഗ് സ്ഥലമുണ്ട്. ഇവിടെ കാർക്കും ഇവിടെ നമ്മൾ നടന്നു സ്ഥലം പാർക്കിംഗ് എല്ലാം മുകളിലാണ്. അവിടെ കാറിൽ പാർക്കിംഗ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ അഡ്വഞ്ചേഴ്സ് കാര്യങ്ങൾ. എനിക്ക് ഈ ടെന്റ് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് കറക്റ്റ് സൺസെറ്റും സൺറൈസും മൈബി കാണാൻ സാധിക്കും. എനിക്ക് ടെന്റിൽ സ്റ്റേ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തത് ഈ അഡ്വഞ്ചേഴ്സ് എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വളരുന്നത് എന്താ പറയണമെന്ന് അറിയുന്നില്ല. ഒരു അടിപൊളി വൈബാണ്. എക്സ്പെഷ്യലി ഇവിടുത്തെ ചേട്ടന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയ്ക്കും ഗൈഡ് ചെയ്യുന്ന രീതി അടിപൊളിയാണ്. അതിൽ തന്നെ നമ്മൾ വീണ് പോവും. ലൈക്ക് അമ്മാതിരി ഒരു എന്താ പറയാ ലവ് ആൻഡ് കെയർ ആണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്.